ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ കുറച്ച് മക്കൾ കളിക്കുന്ന കുറച്ച് വീഡിയോസും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ മുട്ട വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരുള്ളതുകൊണ്ട് 4 മുട്ടയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായിട്ട് കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഒരു 7 അല്ലി ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. മക്കൾ കൂടി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 or 3 പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അപ്പം അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് പച്ചമുളക് മാറി വരുന്നത് വരെ ഇതൊന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അതൊന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സ്പൈസ് പൗഡർ ആഡാക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ ആഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഈ പൊടികളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ പൊടികളിട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. എപ്പോഴും പൊടികളിട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം പൊടികളൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒരു പിശുക്കും പാടില്ല. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സവാള കൂടുതൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ 4 സവാള എടുത്തിട്ടുണ്ട്. മുട്ട റോസ്റ്റിന് സവാള കൂടുതൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത് പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല പോലെ സവാള വഴഞ്ഞ് വരണം. മെയിനായിട്ട് ഇതിന് ടൈം എടുക്കുന്നത് ഈ ഒരു സവാള വഴഞ്ഞ് വരിക എന്ന് പറയുന്ന ഒരു ടൈം മാത്രമാണ്. നല്ല രീതിയിൽ സവാള വഴണ്ട് വരണം. അതിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ സവാള നല്ല രീതിയിൽ വഴണ്ട് വരുന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പം മുട്ട റോസ്റ്റ്, മുട്ടക്കറി ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കും പിന്നെ മക്കൾ കഴിച്ചോളും. അതിൻ്റെ മുട്ട കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. ഇവിടെ 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് എഗ്ഗ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒരു 2 കൂടുതലിടും. പക്ഷേ ഇന്ന് 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. അപ്പം സവാള വഴണ്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കും. ഇവിടെ ഭയങ്കര കളിയാണ് 4 പേരും കൂടി. ഇപ്പോൾ ഓപ്പോസിറ്റ് റൂമിൽ 2 മക്കളുണ്ട്, അവരെയും കൂടി കളിക്കാൻ വരും. അപ്പോൾ അസാനും ഐസും പിന്നെ അവരെ കാണുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്, കളിക്കാൻ ആളുണ്ട് എന്നുള്ള രീതിയിൽ. ഐസ ഉറങ്ങി എണീറ്റുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോക്കോസ് പാലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സൈഡിൽ ഇരുന്ന് ഐസ കഴിക്കുന്നുണ്ട്. അസാൻ പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവന് അതൊന്നും വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ചോക്കോസും പാലും താന്നും പറഞ്ഞിട്ട് ഇവിടെ ബഹളമാണ്. ഇപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുഡും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം കളിയും ബഹളവും ഒക്കെയാണ്.
അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴഞ്ഞ് നല്ല കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയായിരുന്നു. അപ്പോൾ അതും ഇനി നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ല പോലെ മാഷായി വരണം. ഈ ഒരു സമയത്ത് തീ കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം തക്കാളി നല്ല പോലെ വഴഞ്ഞിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതുമായിട്ട് ഇങ്ങനെ മാഷായി വരണം. അതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ വരെ തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കണം. അതേ ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ടോ തക്കാളി നല്ല രീതിയിൽ വഴഞ്ഞ് ഒരു സവാളയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മിക്സായി നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡാക്കി കൊടുക്കണം. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മതി. 1/2 ടീസ്പൂണോളം ഒരു ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ മുട്ട തൊലി ഇളക്കിയെടുത്ത സമയത്ത് എന്തോ പറ്റി, നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്നത് മുട്ട ഇളക്കിയപ്പോഴേക്കും. ആ ട്രെയിൽ നിന്ന് എടുത്തപ്പോഴേ ഒരു മുട്ടേൻ്റെ തോട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ വെള്ളത്തിൽ തിളച്ച് വന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ എന്ന് അറിയില്ല. ഇപ്പോൾ ഇനി നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ലാസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡാക്കിയിട്ടുണ്ട്. 1 ടീസ്പൂണില്ല, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഒരു സ്പൈസ് പൗഡേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി ഒരു മുട്ട റോസ്റ്റിന് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെ ലാസ്റ്റ് ഒരു പഞ്ചസാര ആഡാക്കിയിട്ട് ആ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് വരെ അങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കുമ്പോഴേക്കും നമ്മൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിനുശേഷം പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുപൊടിയിൽ ഉപ്പും ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതൊന്ന് മിക്സാക്കിയിട്ടെടുക്കുവാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇപ്പം ഈ അജ്മീൻ്റെ പുട്ടുപൊടിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് നല്ലതുപോലെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പുട്ടും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇപ്പം ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ കിടന്നു. അപ്പം ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.